സുഹൃത്തുക്കളെ, ഞാനാണ് ഭാസി. നിങ്ങൾ കാണുന്ന ഈ ചാനൽ എൻ്റെ പേരിലുള്ളതാണ്. നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്തതിലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഞാൻ അതീവ സന്തുഷ്ടനാണ്, നന്ദിയുള്ളവനാണ്. നാളെ ഞാൻ ഗ്രൂമിങ്ങിന് പോവുകയാണ്. എൻ്റെ ശരീരം മൊത്തം രോമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചൂട് കാരണം എനിക്ക് പല അസ്വസ്ഥതകളുമുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ അതിൽ വളരെ അധികം അസ്വസ്ഥനാണ്. എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ വീട്ടുകാർ തീരുമാനമെടുത്തിരിക്കുകയാണ് നാളെ എന്നെ ഗ്രൂമിങ്ങിന് പറഞ്ഞു വിടാൻ. അവരത് സംസാരിച്ചപ്പോൾ, പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷം അവരെ ഞാൻ അറിയിച്ചില്ല. ഇന്ന് ഉച്ചകലത്തെ ആഹാരമെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് ചെടിയുടെ ഇടയിൽ ഒരല്പം തണുപ്പ് കിട്ടിയപ്പോൾ ഞാൻ വന്ന് കിടന്നതാണിങ്ങനെ. നിങ്ങളെല്ലാവരും എന്നെ കാണുന്നതിലും കേൾക്കുന്നെന്നും അറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവാനായി. കൂട്ടത്തിൽ എന്നെ നല്ല നിലയിൽ സംരക്ഷിക്കുന്ന എൻ്റെ വീട്ടുകാരോട് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് നന്ദി എപ്പോഴേ അറിയിച്ചു കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എത്തി നോക്കും. കാരണം എന്നെ പറ്റിച്ച് 1-2 തവള കുഞ്ഞുങ്ങൾ ഈ പരിസരത്ത് വിളയാടുന്നുണ്ട്. അവന്മാരെ ഇടയ്ക്ക് പിടിക്കാറുണ്ട് ഞാൻ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് അവന്മാർ വഴുതിപ്പോകാറുണ്ട്. ഇപ്രാവശ്യം എന്തായാലും അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. അതിനുള്ള കിടപ്പാണിത്. എൻ്റെ വീട്ടിൽ കുറേയേറെ ചെടികളുണ്ട്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ കളികളും തമാശകളും എൻ്റെ ദിവസങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും. വളരെ മനോഹരമായി ചെടികൾ വളർത്താൻ എൻ്റെ വീട്ടുകാർക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മുറ്റത്തെല്ലാം നല്ല നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തായി കുറേ ചെടികൾ നഷ്ടപ്പെട്ടു പോയി. ചൂടിൻ്റെ ആധിക്യം മൂലമാവാം വളരെയധികം ക്ഷീണിച്ചു നിന്ന ചെടികളെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ചെടികളെല്ലാം ഇവകളാണ്. നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് ഇവിടുത്തെ ടെട്ടിൽ വൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് വളരെ മനോഹരമായി വളരുന്ന ചെടിയുടെ ഇനത്തിൽപ്പെട്ടതാണ് ടെട്ടിൽ വൈൻ. നിങ്ങൾക്കറിയുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ നല്ല നല്ല ചെടികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ നാളെ ഗ്രൂമിങ്ങിന് പോയിട്ട് സുന്ദരനായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. തൽക്കാലം വിട പറയട്ടെ.